പുരുഷന്മാർ ലൈംഗികത ആഗ്രഹിക്കുന്നത് ആനന്ദത്തിനു വേണ്ടിയാണെന്നും സ്ത്രീകൾ അത് ആഗ്രഹിക്കുന്നത് സ്നേഹത്തിനു വേണ്ടിയാണെന്നും ഒരു സംസാരമുണ്ട്. എന്നാൽ ഇതെത്രത്തോളം ശരിയാണ്? ശാസ്ത്രീയമായ പഠനങ്ങൾ പറയുന്നത് മറ്റൊന്നാണ്. പുരുഷന്മാരെപ്പോലെ തന്നെ ശാരീരികമായ ആനന്ദവും സുഖവും ആഗ്രഹിച്ചാണ് ഭൂരിഭാഗം സ്ത്രീകളും ലൈംഗികതയിലേർപ്പെടുന്നത്. സ്നേഹബന്ധങ്ങൾക്കപ്പുറം ശരീരം നൽകുന്ന ആ അനുഭൂതി തന്നെയാണ് സ്ത്രീകളെയും ഇതിലേക്ക് നയിക്കുന്ന പ്രധാന ഘടകം. സ്ത്രീ ശരീരത്തിലെ ഏറ്റവും വലിയ ലൈംഗിക അവയവം ചർമ്മമാണ്. തലോടലുകളും സ്പർശനങ്ങളും ഒരു സ്ത്രീയിൽ വലിയ രീതിയിലുള്ള ഉത്തേജനമുണ്ടാക്കുന്നു. കഴുത്ത്, ചെവിക്ക് പിന്നിലെ ഭാഗങ്ങൾ, മാറിടം എന്നിവയൊക്കെ ഇതിൽ പ്രധാനമാണ്. ഈ ഭാഗങ്ങളിലെ നാഡീഞരമ്പുകൾ സ്പർശനത്തോട് അതീവ സെൻസിറ്റീവായി പ്രതികരിക്കുന്നു. പലപ്പോഴും ലൈംഗിക ബന്ധത്തേക്കാൾ ഉപരിയായി ഇത്തരം സ്പർശനങ്ങൾ നൽകുന്ന ഊഷ്മളതയാണ് സ്ത്രീകൾക്ക് കൂടുതൽ ആനന്ദം പകരുന്നത്. ലൈംഗിക ഉത്തേജനം സംഭവിക്കുമ്പോൾ സ്ത്രീ ശരീരത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാകുന്നുണ്ട്. രക്തയോട്ടം വർദ്ധിക്കുന്നതുമൂലം ജനനേന്ദ്രിയ ഭാഗങ്ങളിലുണ്ടാകുന്ന തടിപ്പും വാസോ കൺജഷൻ, സ്വാഭാവികമായി ഉണ്ടാകുന്ന സ്നിഗ്ധതയും ലൂബ്രിക്കേഷൻ ഇതിന്റെ ഭാഗമാണ്. എന്നാൽ പുരുഷന്മാരിൽ വയാഗ്ര പോലുള്ള മരുന്നുകൾ പ്രവർത്തിക്കുന്നതുപോലെ എളുപ്പമല്ല സ്ത്രീകളുടെ കാര്യം. കാരണം സ്ത്രീകളിൽ ശാരീരികമായ ഉണർവിനോടൊപ്പം മാനസികമായ താൽപ്പര്യം കൂടി ഒത്തുചേരുമ്പോഴാണ് പൂർണ്ണമായ ലൈംഗിക സംതൃപ്തി ലഭിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ രതിമൂർച്ഛ? അത് ശരീരവും മനസ്സും ഒന്നുചേരുന്ന ഒരു നിമിഷമാണ്. പേശികളുടെ സങ്കോചവും വികാസവും, ഹൃദയമിടിപ്പ് വർദ്ധിക്കൽ, ഒടുവിൽ ലഭിക്കുന്ന വലിയ ഒരു ശാന്തത എന്നിവ ഇതിന്റെ പ്രത്യേകതയാണ്. പുരുഷന്മാരിൽ നിന്ന് വ്യത്യസ്തമായി സ്ത്രീകൾക്ക് തുടർച്ചയായ ഒന്നിലധികം തവണ രതിമൂർച്ഛ അനുഭവിക്കാൻ സാധിക്കും. ഇതിന് പ്രത്യേകിച്ചൊരു രീതിയോ ഇടമോ ഇല്ല. അത് ക്ലിറ്റോറിസ് വഴിയോ അല്ലെങ്കിൽ ശാരീരികമായ മറ്റ് സ്പർശനങ്ങൾ വഴിയോ സംഭവിക്കാം. ചുരുക്കത്തിൽ, ലൈംഗിക ആനന്ദം എന്നത് ഏതെങ്കിലും ഒരു ലിംഗവിഭാഗത്തിനു മാത്രമുള്ളതല്ല. സ്വന്തം ശരീരത്തെ അറിയുന്നതും പങ്കാളിയുമായുള്ള തുറന്ന ആശയവിനിമയവുമാണ് ആരോഗ്യകരമായ ലൈംഗിക ജീവിതത്തിന്റെ അടിസ്ഥാനം. ഓർക്കുക, സന്തോഷവും സംതൃപ്തിയും എല്ലാവരുടെയും അവകാശമാണ്.